ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. ഇന്ന് നിങ്ങൾക്ക് കാണാം വണ്ടിയിൽ പുതിയ 2 ഫോഗ് ലൈറ്റ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫ്രണ്ട് HJGയുടെ ആണ്. ഓൾറെഡി ഞാൻ മുന്നേ ഫിറ്റ് ചെയ്തായിരുന്നു. കാരണം അന്ന് ഞാൻ വയറിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒറിജിനൽ വയറിങ് എന്ന് വെച്ചാൽ വയറിങ് കിറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വയറിങ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കാരണം വണ്ടിയുടെ എന്താ പറയുക 2 പ്രാവശ്യം ബാറ്ററി പോയി. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ബാറ്ററി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റിമൂവ് ചെയ്തിട്ട് പുതിയ വയറിംഗ് കിറ്റോടെ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്ത് വെച്ചു. ഇന്ന് ഞാൻ വയറിംഗ് കിറ്റൊക്കെ വാങ്ങി ഫുൾ കണക്ഷൻ ചെയ്ത് പുറത്ത് കൊണ്ടുപോയി ചെയ്യിച്ചിട്ട് വരുന്ന വഴിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ കണക്ഷൻ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് വോയിസ് ഓവറാണ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക ആ ടൈം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ചില ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ പറയാം വീഡിയോയിലൂടെ. ഞാൻ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഓൾറെഡി ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ സ്വിച്ച് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. അതിനുള്ള എന്തോ കാർബൺ എന്തോ കുടുങ്ങിയിട്ട് അത് വർക്കാവുണ്ടായിട്ടില്ല. അപ്പോൾ അത് കാരണം 2-3 പ്രാവശ്യം കണക്ഷൻ കൊടുത്തിട്ടൊന്നും വന്നിട്ടില്ല. എൻ്റെ അതിനകത്ത് പെട്രോളൊക്കെ ഒഴിച്ച് ഇതിൻ്റെ അകത്തും പിന്നെ കണക്ഷൻ്റെ അകത്ത് പെട്രോളൊക്കെ ഒഴിച്ച ശേഷമാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം വണ്ടിക്ക് കാണാൻ നല്ല വേറെ തന്നെ ഒരു ലുക്കാണ് നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ. ഭയങ്കര വലിപ്പമായിട്ട് തോന്നുന്നുണ്ട്. കാരണം നൈറ്റ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫോഗ് ലൈറ്റ് അത്യാവശ്യമാണ്. ഞാൻ നോർമലി കേരളത്തിലല്ല നിൽക്കുന്നത്, ഒഡീഷയിലാണ്. അപ്പോൾ ഇവിടെ RTOയുടെ ഇഷ്യൂസൊന്നും അധികം ഇല്ല. പിന്നെ ഞാൻ ഓൾറെഡി അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കവർ വെക്കും. കാണാൻ മൊത്തത്തിൽ വണ്ടിയുടെ ലുക്കേ തന്നെ മാറിപ്പോയി. ഗായ്സ്, അപ്പം ഞാൻ പറഞ്ഞ വയറിംഗ് കിറ്റ് HJGയുടെ ഒറിജിനൽ ഇതാണ്. ഇതിൽ വരുന്നത് ഒരു ഫ്ലാഷർ വരുന്നുണ്ട്, അതുപോലെ ഒരു റിലേ വരുന്നുണ്ട്, പിന്നെ ഒരു ഫ്യൂസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് ഇഗ്നീഷനിലേക്ക് കൊടുക്കാൻ വേണ്ടി ഒരു റെഡ് വയർ നിങ്ങൾക്ക് കാണാം. ഈ ഒരു റെഡ് വയർ വരുന്നുണ്ട്, അത് ഇഗ്നീഷനിൽ കണക്ട് ചെയ്യണം. പിന്നെ നോർമൽ വരുന്ന ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവുമാണ് ഈ ഒരു വയറിംഗ് കിറ്റിൽ വരുന്നത്. ഒറിജിനൽ HJGയുടെ വയറിംഗ് കിറ്റാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ടാങ്ക് അഴിക്കുന്ന ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടാങ്ക് അഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഏകദേശം 25-30 സ്ക്രൂവോളം ഇതിൽ നിന്ന് അഴിക്കാൻ വരും. അപ്പോൾ ഇങ്ങനെ ഇതിരുന്ന് അഴിക്കലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഓരോ കാണിച്ചു തരാം. അപ്പോൾ കുറേ ഏകദേശം 25-30 സ്ക്രൂ ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്കത് അഴിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് കാണിക്കേണ്ട എനിക്കൊരു ആവശ്യമൊന്നും തോന്നുന്നില്ല. അത് ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് അഴിക്കാൻ. കാരണം എന്ന് പറഞ്ഞാൽ ക്രാഷ് ഗാർഡ് ഇല്ലതുകൊണ്ട് അത് നമുക്ക് ഇങ്ങോട്ട് ഊരി വരുന്നുണ്ടായിരുന്നില്ല. അവിടെ എന്തെല്ലോ ചെങ്ങായി എന്തെല്ലോ ഓയിലൊക്കെ ഇട്ടതിന് ശേഷമാണ് അപ്പോൾ അതങ്ങ് ഊരി വന്നത്. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടു ടാങ്ക് അഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാങ്ക് പതിയെ അഴിച്ചെടുക്കുക. കാരണം ഇത് മൊത്തം ഫൈബറാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഒരു ചെറിയ പൊട്ട് വീണ് കഴിഞ്ഞാൽ ടാങ്ക് മൊത്തത്തിൽ വീഴത്തില്ല, എല്ലാം ഫൈബർ പാർട്സ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കണക്ഷൻ എടുക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് 2 സൈഡിൽ നിന്ന് എടുക്കാം. ബട്ട് ഞാൻ ഇവിടെ നിന്നാണ് കണക്ഷൻ എടുക്കുന്നത്. ഏകദേശം ഇവിടെ ആയിട്ട് വരും ആ കണക്ഷൻ. ഇതിലെ ആ സ്ലോട്ട്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അത് അഴിക്കുമ്പോൾ. ഇനി നമുക്ക് ആ വയറിംഗ് കിറ്റ് ഇതിനുള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് വെക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണാത്ത രീതിയിൽ വെക്കണം. അപ്പം നമ്മൾ ഈ റിലേയും ഫ്ലാഷറും ഫ്രണ്ടിൽ ആ ഒരു ECUയുടെ വെഹിക്കിളായിട്ടാണ് വെക്കുന്നത്. അവിടെയാണ് കുറച്ചും കൂടി സ്ഥലം കണ്ടത്. അപ്പോൾ അവിടെ വെച്ചു. ബാക്കിയുള്ള കണക്ഷൻ നോർമൽ ചെയ്യുന്ന പോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും ബാറ്ററിയുടെ സൈഡിലോട്ട് വെച്ചിട്ട് ആ ഒരു നമ്മുടെ ഫ്രണ്ടത്തെ HJGയുടെ ക്ലാമ്പിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. ലൈറ്റിൻ്റെ ആ ഒരു സോക്കറ്റ് ഉണ്ട്, അതിലോട്ട് കണക്ട് ചെയ്യേണ്ട ഭാഗം ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് നമ്മൾ അതങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് കണക്ഷൻ വരിക. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. വയറിങ് ഇങ്ങനെ വന്ന് ഇവിടെ റിലേയും മറ്റേ ഫ്ലാഷറും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബ്ലാക്ക് ആൻഡ് ഇവിടെ ഒരു ഓറഞ്ച് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ഓറഞ്ച് കണ്ട ഇതും ഇത് രണ്ടുമാണ് എക്സ്ട്രാ വരുന്ന പാർട്ട്. അത് നമ്മൾ ഇതിനുള്ളിൽ തന്നെ വെക്കും. പിന്നെ ഈ ഒരു കേബിള് ഇതിലേ വന്നിട്ട് കാണുന്നില്ല. ഈ കേബിൾ ഉണ്ട്, ഇതിലേ വന്ന് ഇത് ഈ പ്ലഗിൽ കണക്ട് ചെയ്യും. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. നമുക്ക് എക്സ്ട്രാ എവിടെയും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇഗ്നീഷൻ്റെ വയർ മാത്രമേ അപ്പുറത്ത് അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യേണ്ടൂ. അത് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഇതിലേ വരും. കണക്ഷൻ ഇതിൽ വന്ന് ഇവിടെ റിലേയും ഫ്ലാഷറും ആ വയർ അതിന് ശേഷം ഇതിലേ വന്ന് ഇതിനുള്ളിലോട്ട് വന്നിട്ട് ഡയറക്റ്റ് ലൈറ്റിൽ കണക്ട് ചെയ്യും. അതിനിടയ്ക്ക് വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് കണ്ട, ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒറിജിനൽ എയർ ഫിൽറ്റർ. ഞാനിപ്പം 10,000 കിലോമീറ്ററിൽ വണ്ടി സർവീസ് ചെയ്തതേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞിട്ടും അവർ എയർ ഫിൽറ്ററൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് അവസ്ഥ. വണ്ടിക്ക് പിക്കപ്പേ ഇല്ല. ഫുള്ള് പൊടി. നോക്ക്, കണ്ടറിയാം. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ എവിടെയും ഷോറൂം ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഫിൽറ്റർ കിട്ടുന്നില്ല. ട്രൈ ചെയ്ത് മാറ്റാൻ പറ്റുമോ നോക്കട്ടെ, ഇവിടെ നിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ട്. നിങ്ങൾ കമ്പനി സർവീസ് ചെയ്യുമ്പോൾ മാക്സിമം അവരോട് എയർ ഫിൽറ്റർ ഒന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഫിറ്റ് ചെയ്ത് നോക്കുക. അത്രേ വരൂ, 400 സംതിങ് വരും. ബട്ട് അവർ ചേഞ്ച് ചെയ്തിട്ടില്ല എൻ്റെ എന്തോ. അതുകൊണ്ട് ഇപ്പോൾ ഇതാണ് അവസ്ഥ. വണ്ടിക്ക് പിക്കപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല.
ഇതാണ് ഗൈസ് നമ്മൾ വെച്ച ആ സ്വിച്ച്. അപ്പോൾ ആ സ്വിച്ച് ഇങ്ങനെ വയറെടുത്തതിന് ശേഷം അതിലൊരു സോക്കറ്റ് ഉണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ ഇഗ്നീഷൻ വയർ ആ ഒരു ഹോളിൽ നിന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പിനുള്ളിലോട്ട് എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. കാരണം നമുക്ക് അപ്പുറത്താണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ നോർമൽ എപ്പം ചെയ്യുന്ന പോലെ തന്നെ നോർമൽ രണ്ട് സൈഡിലും കണക്ട് ചെയ്യുക. നെഗറ്റീവിൻ്റെ സൈഡിലും പോസിറ്റീവിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇഗ്നീഷൻ്റെ വയർ ഫ്രണ്ടിൽ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇഗ്നീഷൻ്റെ വയർ. അപ്പോൾ ഇഗ്നീഷൻ നമുക്ക് കൊടുക്കണമെങ്കിൽ അതിൽ ഒറ്റ ഒരു സോക്കറ്റിനുള്ളിലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നോർമൽ പ്ലഗ് ആംപ്ലൈ ചെയ്യുന്ന പോലെ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഇഗ്നീഷൻ്റെ വയർ രണ്ടായി തിരിക്കണം. രണ്ടെണ്ണമാക്കി തിരിച്ച് അത് ഒന്ന് പിരിച്ചതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ സോക്കറ്റിൽ എന്ന് വെച്ചാൽ ആ സോക്കറ്റിൻ്റെ രണ്ടാമത്തതിലും ലാസ്റ്റ് സോക്കറ്റിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കാണാം വീഡിയോയിലെ ലാസ്റ്റ് സോക്കറ്റിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ സോക്കറ്റിൽ ഇതിൽ രണ്ടിലാണ് പവർ വരുന്നത് നോർമലായിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ചെയ്തതിന് ശേഷവും കറണ്ടൊന്നും വരുന്നതാണെന്നില്ല, എന്ന് വെച്ചാൽ ഫോഗ് ലൈറ്റ് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഈ സോക്കറ്റിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഈ സോക്കറ്റിൽ കറണ്ട് വരുന്നില്ല എന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, അവിടെ വെച്ചിട്ട് ലൈറ്റൊന്ന് ഓണാക്കി നോക്കി. ബട്ട് എന്താണെന്നറിയില്ല, ലൈറ്റ് കത്തിയില്ല. ഞാൻ പറഞ്ഞ പോലെ അത് കത്തുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി അതിൽ പവർ ഉണ്ടാവില്ല, അപ്പോൾ നമുക്കത് സോക്കറ്റ് മാറ്റി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഫ്രണ്ടത്തെ മുന്നേ ചെയ്തതിൻ്റെ അകത്തും നോക്കി. മുന്നേ ചെയ്തതിൻ്റെ അകത്തും പവർ വരുന്നുണ്ടായിരുന്നില്ല. കാണാം ലൈറ്റ് കത്തുന്നില്ല. നമ്മളത് 2-3 പ്രാവശ്യം ശ്രമിച്ചു. അവസാനം അത് നമുക്ക് മനസ്സിലായി അതിൻ്റെ ഇഷ്യൂ എന്തായിരുന്നു എന്ന്. കാരണം നമ്മുടെ സ്വിച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു, സ്വിച്ചിൽ എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങേര് എന്താ പറയുക പെട്രോളൊക്കെ ഒഴിച്ച് അതിന് ശേഷം ഒന്ന് നോക്കി. അതിന് ശേഷം എന്താണെന്നറിയില്ല, ഭാഗ്യത്തിന് സ്വിച്ച് വർക്കായി. സ്വിച്ചിൻ്റെ ഉള്ളിൽ എന്തോ കാർബൺ കുടിക്കുന്നതാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരൻ പെട്രോളൊക്കെ ഒഴിച്ച് 2-3 പ്രാവശ്യം അങ്ങനെ ഓൺ ഓഫാക്കി ചെയ്യുന്ന സമയത്ത് അത് വർക്കായി. അങ്ങനെ ഫുൾ കണക്ഷൻ നമ്മളങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് എന്താ പറയുക ലൈറ്റ് ബ്ലിങ്കേഴ്സൊക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാനത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ ഗായ്സ് ഇതിനകത്ത് തന്നെ ഈ വയറിങ്ങിൻ്റെ കിറ്റിനകത്ത് തന്നെ 3 നമുക്ക് മോഡ്സ് ഉണ്ട്. ഞാൻ വിത്ത് ഫ്ലാഷറാണ് വാങ്ങിയത്. ഏകദേശം ഒറിജിനൽ HGയുടെ തന്നെയാണ്. ഏകദേശം 1200 സംതിങ് ഉണ്ടായിരുന്നു വാങ്ങുമ്പോൾ. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യമൊക്കെ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ആ മോഡ്സ് കാണിച്ചു തരാം. ഞാൻ ആദ്യം വണ്ടി ഒന്ന് ഓൺ ആക്കട്ടെ, വെയിറ്റ്. വണ്ടി ഓണായി. ഇതാണ് ഫസ്റ്റ് നോർമൽ മോഡ്. നിങ്ങൾക്ക് കാണാം നോർമൽ ഫുള്ള് യെല്ലോ ആയിട്ട് കത്തും. നമുക്കിതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്യാം. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് അതിനനുസരിച്ച് റിമൂവ് ചെയ്യാം. പിന്നെ അടുത്ത മോഡ്, ഇത് ഫസ്റ്റ് മോഡ്. പിന്നെ അടുത്ത മോഡ്, ഇതിൽ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഒരിക്കൽ ഓഫാക്കുക, എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഓണാക്കാം. അപ്പോൾ 2 ലൈറ്റും മിന്നും. നമുക്ക് നോക്കിയാൽ കാണാം. പിന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബ്ലിങ്ക് ആവും. ഇത് നോർമലി ഇതിനോട് വലിയ യൂസ് ഒന്നുമില്ല. അഥവാ നിങ്ങൾക്ക് വണ്ടീനെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി പാസ് ലൈറ്റ് യൂസ് ചെയ്യുന്ന നേരം യൂസ് ആക്കിയിട്ട് ചെയ്യാം. പിന്നെ ഒരു ഭംഗിയല്ലേ, അതിനു വേണ്ടി ചെയ്തതാണ്. പിന്നെ അടുത്ത മോഡ് കാണിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഡബിൾ ബ്ലിങ്ക് ആണ്. ഇതാണ് 3ാമത്തെ മോഡ്. ഈ ഒരു 3 മോഡാണ് ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി വണ്ടി ഓഫാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വയറിങ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നോർമൽ ഞാൻ ചെയ്ത പോലെ വയറിങ് ചെയ്യരുത്. ഇത് മുഴുവനായിട്ട് കേൾക്കുക, വീഡിയോ മൊത്തത്തിൽ. അതിന് ശേഷം സ്കിപ്പ് ചെയ്യാതെ കാണുക. വണ്ടിക്ക് നിങ്ങൾ ഫോഗ് ലൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നോർമൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക ഒരു ഷോപ്പിൽ പോയിട്ട് വയറിങ് ഹാർനസ് ഇല്ലാതെ ജസ്റ്റ് നോർമൽ വയർ കൊടുത്തിട്ട് ഇതിലെ വയർ കണക്ഷൻ കൊടുത്ത് ബാറ്ററിക്ക് ഡയറക്റ്റ് കൊടുത്ത് ഇഗ്നീഷനിലും കൊടുത്ത് ചെയ്യരുത് എന്ന് ഞാൻ പറയണു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേ കാര്യം ഫ്യൂസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയും ഇഗ്നീഷനുമായിട്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ബാറ്ററിക്ക് ഇഷ്യൂ വരാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒറിജിനൽ BMW ബാറ്ററി അങ്ങനെ ഒരിക്കൽ പോയതാണ്. ഞാനത് വീഡിയോയിൽ മുന്നേ പറഞ്ഞു, ഒരിക്കൽ പോയതാണ്. അതുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് ഉറപ്പില്ല, ബട്ട് അതാണെന്ന് എൻ്റെ ഒരു നിഗമനം. സോ ഞാൻ അതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്തിട്ട് പുതിയ വയറിംഗ് ഹാർനസ് വെച്ചത്. അപ്പോൾ വയറിംഗ് ഹാർനസിൻ്റെ അകത്ത് ഫുള്ള് റിലേയും ഫ്യൂസും കാര്യമൊക്കെ ഉണ്ട്. ഞാനത് വീഡിയോ നിങ്ങൾക്ക് അത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളും ഫോട്ടോ ഒക്കെ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ വയറിംഗ് കിറ്റ് യൂസ് ചെയ്യുക മാക്സിമം. അല്ലാതെ വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള ബാറ്ററി കൊണ്ട് ഒരു ഇഷ്യൂവും വരില്ല ഇങ്ങനെ നിങ്ങൾ വയറിംഗ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഇഗ്നീഷൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 2-3 ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇഗ്നീഷൻ നമ്മൾ എവിടെ കൊടുക്കും? കാരണം ഈ വണ്ടിയിൽ
ഇത് മൊത്തം അടിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ്. അപ്പോൾ ഇഗ്നീഷൻ കൊടുക്കാൻ നമുക്ക് 2 സ്ഥലങ്ങളുണ്ട് ഓൾറെഡി ഉള്ള സ്ഥലങ്ങൾ. ഏതെല്ലാമെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് അത് വീഡിയോ കാണിച്ചു തരാം. ഒന്ന് ഇവിടെ ഒന്നുണ്ട്, ഇതിനകത്തൊന്നുണ്ട്. നമുക്കത് ക്ലിപ്പ് അയച്ചിട്ട് അതിൻ്റെ അകത്ത് മുകളിൽ നിന്ന് രണ്ടാമത്തേതും താഴെ നിന്ന് ലാസ്റ്റത്തെയായ ഒരു 2 പിന്നിനകത്ത് ആ വയർ ഇങ്ങനെയുള്ള വയർ 2 കണക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ച് പണി പെടും. കാരണം ഈ ഹെഡ്ലൈറ്റ് അടിക്കേണ്ടി വരും. ഈ ഹെഡ്ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ BMW ഒഫീഷ്യലായിട്ട് ഹീറ്റർ ഗ്രിപ്സിന് ഒരു ആക്സസറി പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിലല്ല പുറത്ത് ജർമ്മനിയും കാര്യങ്ങളിലൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ തണുപ്പുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ഈ ഒരു ഹാൻഡിലിൻ്റെ ഗ്രിപ്പ് ചൂടാക്കാൻ വേണ്ടി ഒഫീഷ്യലി BMW കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ലോട്ട് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു സ്ലോട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്ലോട്ട്. ഇത് ഞാൻ അഴിച്ചു വെച്ചാൽ അതിന് മുകളിൽ ഒരു ഇൻസുലേഷൻ ടാപ്പ് ചുറ്റണം. ഇത് ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്തെടുത്താണ് മുന്നേ ഇതിനകത്ത് നിന്നാണ് ഫുള്ള് എടുത്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് കണക്ഷൻ കൊടുത്ത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എന്താ ആക്സസറി പോർട്ടിനും യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഒഫീഷ്യലി BMW OEM USB സ്ലോട്ട് അതിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 2 സ്ഥലത്ത് നിന്ന് എടുക്കാം. മാക്സിമം ഇവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. കാരണം എനിക്കത് ഹെഡ്ലൈറ്റ് അടിക്കാൻ അത് ടൈം വേസ്റ്റ് ആവുമെന്ന് കരുതിയതുകൊണ്ടാണ് ഞാൻ ഈ മൂലക്ക് നിർത്തുന്നത്. അതായത് അപ്പോൾ നമുക്ക് ഈ നൈറ്റ് വ്യൂ ഇതിൻ്റെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് DRL, ഇത് നോർമൽ ലൈറ്റ്, ഇത് ഡിപ്പർ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ HG ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. വണ്ടി ഓണായി. DRL ഓഫാക്കാം. നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ക്യാപ്പ് അഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ ക്യാപ്പ് അഴിച്ചിട്ടുള്ളത് കാണിച്ചു നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് അറിയൂ. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ അങ്ങനെ കാണില്ല. പിന്നെ ഗായ്സ് ഈ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. കാരണം കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ മാക്സിമം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തോന്നുന്നു വീഡിയോയിൽ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ എല്ലാം ക്ലിയർ ചെയ്യും. ഇതിനൊപ്പം ഞാൻ തന്നെ ഹസാർഡ് ലൈറ്റും വെച്ചിട്ടുണ്ട്. ഹസാർഡ് ലൈറ്റ് പറഞ്ഞാൽ ഫ്ലാഷർ മറ്റേ ഹസാർഡ് മൊഡ്യൂൾ വെച്ചിട്ടില്ല. ജസ്റ്റ് വയറിങ് കണക്ഷൻ ചെയ്തിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആണ്. കാരണം യൂട്യൂബിൽ ആരും അത് ഇട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം മാക്സിമം നിങ്ങൾ അടുത്ത വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇത്രനാൾ ഞാൻ ഹിന്ദിയിലായിരുന്നു വ്ളോഗ് ചെയ്തത്. ബട്ട് എനിക്ക് തോന്നുന്നു മലയാളമാണ് ഇത്രയും കംഫർട്ടബിൾ പറയാൻ. ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒഡീസ ടു കേരളയിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോസും വരും. നിങ്ങൾക്ക് അത് കാണണം ആഗ്രഹം മലയാളത്തിലാണ് കൂടുതൽ ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഹിന്ദിയിൽ ചെയ്യണോ മലയാളത്തിൽ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്. ബൈ.